ജൂൺ 18-നും ജൂൺ 21-നുമായിട്ട് ഇന്ത്യയുടെ അണ്ടർ-23 ടീം 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാനായിട്ട് പോവുകയാണല്ലോ. നൗഷാദ് മൂസയുടെ അണ്ടറിൽ ഒരു ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞു. ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഒരു ടീം പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്തതാണ്. എന്താണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ടീമിൽ കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിവേ 2 ഒപ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തജിക്കിസ്ഥാനും കിർഗിസ്ഥാനുമാണ്. അവർ നല്ല ഒപ്പോണൻസ് തന്നെയാണ്. ഇന്ത്യക്ക് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടീമുകൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും കൂടുതൽ മത്സരങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ലഭിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ടീമിൽ നിന്ന് കുറച്ചധികം പ്ലേയേഴ്സിനെ ഒഴിവാക്കുന്ന സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പം ഹർഷ് പാർത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ തോയ് സിംഗ് നോർത്ത് ഈസ്റ്റിൻ്റെ താരത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, പഞ്ചാബിൻ്റെ മുഹമ്മദ് സൊഹൈലുണ്ട്, അതുപോലെ കിബ്ജൻ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെയാണ്. എനിക്ക് അതിൽ 9ഓളം താരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, 8-9 താരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രധാനപ്പെട്ട താരങ്ങളുടെ പേരാണ് പറഞ്ഞത്. അതുകൂടാതെ 3 താരങ്ങളെ പുതുതായിട്ട് ടീമിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സീനിയർ ടീമിൽ കളിച്ചിരുന്ന അഭിഷേക് സിംഗ്, ആയുഷ് ഛേത്രി, സുഹേൽ ഭട്ട് എന്നീ താരങ്ങളെയാണ് ആഡ് ചെയ്യുന്നത്. എനിവേ നമുക്ക് ഈ ഒരു സ്കോഡ് നോക്കുന്ന സമയത്ത് ഇപ്പം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ചേഞ്ചസ് ഒന്നുമില്ല. ഇപ്പം മുഹമ്മദ് അർബാസ് KBFCയുടെ, അതുപോലെ പ്രിയാൻസ് ദുബെ, മോഹൻ ബഗാൻ ആൻഡ് സഹിൽ പൂനിയ BFCയുടെ ഈ താരങ്ങളാണ് ഉള്ളത്. അതിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഡിഫൻസിലേക്ക് വരുന്ന സമയത്താണ് ഒരു ചേഞ്ച് എന്ന നിലയിലേക്ക് അഭിഷേക് സിംഗ് ഒരു വിങ് ബാക്ക്, ഒരു ലെഫ്റ്റ് വിങ് ബാക്ക്, റൈറ്റ് വിങ് ബാക്ക് 2 റോൾസിലും കളിക്കാൻ പറ്റുന്ന താരമാണ് ഈ ഒരു താരത്തിൻ്റെ ഒരു സാന്നിധ്യം വരുന്നത്. എനിക്ക് ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന നിലയിൽ നഥാൻ റോഡ്രിഗസ് മുംബൈ സിറ്റി FC താരത്തെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പം സഹീഫിനേക്കാളൊക്കെ ആ ഒരു പൊസിഷൻ കുറച്ചും കൂടി ഡിസേർവ് ചെയ്യുന്ന ആ താരമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സഹീഫ് ഒന്നും ഫസ്റ്റ് ചോയ്സോ സെക്കൻഡ് ചോയ്സോ പോലും അല്ല. നഥാൻ റോഡ്രിഗസ് ഈ സീസണിൽ ഇപ്പം ആകാശ് മിശ്രയുടെയൊക്കെ അഭാവത്തിൽ ഒരുപാട് മത്സരങ്ങൾ അവിടെ കളിച്ചെന്നാൽ ഈ ഒരു ഏജ് കാറ്റഗറി ഇപ്പോൾ 21 വയസ്സ് തന്നെ മാത്രം പ്രായമുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു എലിജിബിൾ ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഇപ്പോൾ സെൻട്രൽ ബാക്കിലൊക്കെ നോക്കിയാൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വികാഷ് ആണെങ്കിലും പരംവീർ ആണെങ്കിലും ശുഭം ഭട്ടാചാര്യ, ദീപേന്ദു വിശ്വാസ് എന്ന് പറയുന്ന നല്ല താരങ്ങളുടെ ഒരു സെൻട്രൽ ബാക്ക് സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടീമിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് 2 താരങ്ങളാണുള്ളത്. ഒന്ന് ഫനായി ആണ്, ഈ പറഞ്ഞ ബംഗളൂരു FCയുടെ, അതുപോലെ തന്നെ ആയുഷ് ഛേത്രിയാണ്. എനിക്കിപ്പം ആയുഷ് ഛേത്രിയുടെ കാര്യത്തിൽ നാഷണൽ ടീമിൽ കളിച്ചതിന് ശേഷം കുറച്ച് ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹം കുറച്ചും കൂടി ഒരു സ്ലോ ആയിട്ടുള്ള കുറച്ചൊരു ഓൾഡ് സ്കൂൾ ടൈപ്പ് പ്ലേയേഴ്സായിട്ടൊക്കെ തോന്നുന്നു. അപ്പം കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ പോലത്തെ ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി മാച്ചൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു മാച്ചിൽ ആയുഷ് ഛേത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കി കാണേണ്ട കാര്യമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടെക്നിക്കൽ വൈസ് നോക്കുന്ന സമയത്ത് ഞാൻ റേറ്റ് ചെയ്യും ഇപ്പം ഹർഷ് പാത്രെ നല്ലൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ ഈവൻ KBFCയുടെ തന്നെ മുഹമ്മദ് അസർ ആ ഒരു DM പൊസിഷനിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടെക്നിക്കലി നല്ല ഇപ്പോൾ ഒരു ഡീപ് ലൈൻ പ്ലേമൊക്കെ ആ ഒരു അദ്ദേഹത്തെ CM ആയിട്ടും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ളത് നാംദേയും അതുപോലെ വിപിൻ മോഹനുമാണ്. അത് അത്യാവശ്യം ആൻഡ് ഷിവാൾഡോ അതിനൊരു മിഡ്ഫീൽഡർ എന്ന ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു താരമാണ്. അപ്പം അങ്ങനത്തെ താരങ്ങളാണ്. അത് അത്യാവശ്യം സെറ്റാണ് എന്നുള്ളതാണ്. ഷിവാൾഡോ ഡിഫറൻറ്റ് പൊസിഷൻസ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരേ ഒരു പ്ലെയറാണ് എടുത്തു പറയാൻ പറ്റുന്നത്, അത് മക്കാത്തനാണ്. സോ ഈ ഒരു സമയത്താണ് ഇപ്പോൾ കിബ്ജൻ്റെ ഒരു സാന്നിധ്യം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർ-20 കളിച്ചുള്ള ഒരു ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനാണെങ്കിലും ആ ഒരു എബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ അണ്ടർ-23 എന്താണെങ്കിലും നമ്മൾ യങ്സ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടല്ലോ, അണ്ടർ-20 ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം ഒരു AM ടൈപ്പ് പ്ലെയറാണ്. നല്ല പെർഫോമൻസ് ആണ് അണ്ടർ-20 ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റാഫിലാണെങ്കിലും അല്ലാണ്ടുമൊക്കെ നല്ലൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ടാലൻ്റ് എന്ന നിലയിൽ വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തെയും കൂടിയൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി വിങ്ങേഴ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പം റൈറ്റ് വിങ് നോക്കിക്കഴിഞ്ഞാൽ കോറു സിംഗും ഉണ്ട്, വിനീത് വെങ്കടേഷും ഉണ്ട്. ലെഫ്റ്റ് വിങ് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് സനാനും ഉണ്ട്, ഐമാനും ഉണ്ട്. അത് നല്ല സെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി സെൻട്രൽ ഫോർവേഡ്സിലേക്ക് വരുന്ന സമയത്ത് പാർദിപ് ഗൊഗോയി, അതുപോലെ ജോസഫ് സണ്ണി, അതിനോടൊപ്പമാണ് സുഹേൽ ഭട്ടും കൂടി വരുന്നത്. സുഹേൽ ഭട്ട് നാഷണൽ ടീമിൻ്റെ സീനിയർ ടീമിൻ്റെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അണ്ടർ-23 ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സെൻട്രൽ ഫോർവേഡ് പൊസിഷനും എനിക്ക് തോന്നുന്നു നമ്മുടെ സീനിയർ ടീമിനേക്കാൾ ലുക്കിംഗ് ഗുഡ് എന്നുള്ളതാണ് ഇൻ പേപ്പർ നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനി ഈ ഒരു ടീമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 നോക്കുന്ന സമയത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഞാൻ സഹിൽ പൂനിയാണ് ഉൾപ്പെടുന്നത്, ബംഗളൂരു FCയുടെ താരം. അതുപോലെ സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ പരംവീർ ആൻഡ് ബിഹായ് ഷുംനാം, റൈറ്റ് ബാക്കിൽ നിഖിൽ ബർല, ലെഫ്റ്റ് ബാക്കിൽ അഭിഷേക് സിംഗ്. ഇനി 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഫനായി ആൻഡ് വിപിൻ മോഹനൻ, അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ മക്കാർത്തൻ, ലെഫ്റ്റിൽ സനാൻ, റൈറ്റിൽ കോറു സിംഗ്, സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സുഹേൽ ഭട്ടുമാണ് പറയുന്നത്.
എന്താണെങ്കിലും വരാൻ പോകുന്ന ഈ ഒരു മത്സരത്തിൻ്റെ സ്ട്രീമിങ്ങോ കാര്യങ്ങളിലൊന്നും ഇതേവരെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം എങ്ങനെ പെർഫോം ചെയ്യും, ഇത് ഒരു ഡെവലപ്മെൻറ്റൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മത്സരമാണ്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ മാച്ച് കൊണ്ട് നിർത്തരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഗ്രഹിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിഷൻ സനിയ.